കട്ടച്ചിറ കെന്നഡി സാന്റോസ് ഫുട്ബോൾ അക്കാദമിയിലെ വിദ്യാർത്ഥികൾ ഗോവൻ ടൂറിസം ഓപ്പൺ നാഷണൽ ചാമ്പ്യൻഷിപ്പ് 2026 ജേതാക്കളായി. ജൂനിയർ സീനിയർ വിഭാഗങ്ങളിൽ വിജയികളാവുകയും സബ് ജൂനിയർ വിഭാഗത്തിൽ റണ്ണേഴ്സ് അപ്പ് ആവുകയും കേരളത്തെ പ്രതിനിധീകരിച്ച് മികച്ച പ്രകടനം കാഴ്ചവെക്കുകയും ചെയ്ത ടീമംഗങ്ങൾക്ക് കായംകുളം റെയിൽവേ സ്റ്റേഷനിൽ വരവേൽപ്പ് നൽകി. കട്ടച്ചിറ കെന്നഡി സാന്റോസ് ഫുട്ബോൾ അക്കാദമിയിലെ വിദ്യാർത്ഥികൾ ഗോവൻ ടൂറിസം ഓപ്പൺ നാഷണൽ ചാമ്പ്യൻഷിപ്പ് 2026 ഫുട്ബോൾ മത്സരങ്ങളിൽ രാജ്യത്തിലെ 7 സംസ്ഥാനങ്ങളോട് മത്സരിച്ച് ജൂനിയർ സീനിയർ വിഭാഗങ്ങളിൽ വിജയികളായി. സബ് ജൂനിയർ വിഭാഗത്തിൽ റണ്ണേഴ്സ് അപ്പ് ആകുകയും ചെയ്തു. കേരളത്തെ പ്രതിനിധീകരിച്ച് മികച്ച പ്രകടനം കാഴ്ചവെച്ച കെന്നഡി സാന്റോസ് ഫുട്ബോൾ അക്കാദമിയിലെ കുട്ടികൾക്ക് അഭിനന്ദന പ്രവാഹമാണ്. ഫുട്ബോൾ കോച്ചിംഗ് രംഗത്ത് 30-ലേറെ വർഷത്തെ പരിചയമുള്ള ശശി സി സാന്റോസ് ആണ് അക്കാദമിയുടെ ഹെഡ് കോച്ച്. കൂടാതെ സാന്റോ ശശി എന്നിവരും പരിശീലനത്തിന് നേതൃത്വം നൽകുന്നുണ്ട്. വിജയികളായി കായംകുളം റെയിൽവേ സ്റ്റേഷനിൽ വന്നിറങ്ങിയ ടീമംഗങ്ങൾക്ക് വലിയ സ്വീകരണമാണ് നൽകിയത്. നാടിന്റെ വലിയ പിന്തുണയാണ് തങ്ങൾക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് ഹെഡ് കോച്ച് ശശി സി സാന്റോസ് പറഞ്ഞു. ഇവിടുന്ന് പോകുമ്പോൾ നമ്മൾ 3 കാറ്റഗറിയും വിൻ ചെയ്യാം എന്നുള്ള രീതിയിലായിരുന്നു പോയത്. പക്ഷേ കാലാവസ്ഥയുടെയൊക്കെ പ്രശ്നം കൊണ്ട് പല കുട്ടികൾക്കും ജലദോഷമൊക്കെ വന്നതുകൊണ്ട് മാത്രം ഏറ്റവും ചെറിയ കുട്ടികൾക്ക് 2ാം സ്ഥാനം കൊണ്ട് തൃപ്തിപ്പെടേണ്ടി വന്നു. എങ്കിലും അവർ മികച്ച പ്രകടനമാണ് കാഴ്ചവെച്ചത്. നമ്മൾ മറ്റ് 2 കാറ്റഗറിയിലെ ടീമിനെ നമുക്ക് വിജയിക്കാൻ കഴിഞ്ഞു. മറ്റ് പല സ്റ്റേറ്റിൽ നിന്ന് വരുന്ന കുട്ടികളോട് മത്സരിച്ചാണ് ഈ കുട്ടികൾ. ഇവരുടെ കുറേ നാളത്തെ പരിശ്രമമാണ്. ഇനിയും നമുക്ക് നമ്മുടെ മികച്ച പ്രകടനത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ ടീമിന് കൂട്ടായ്മയിൽ വെച്ച് നടക്കുന്ന ചാമ്പ്യൻഷിപ്പിലേക്ക് ഈ ടീമിന് തന്നെ ക്ഷണം കിട്ടിയിട്ടുണ്ട്. കൂടാതെ തന്നെ സീനിയർ ബാച്ചിൽ നിന്ന് 5 കുട്ടികൾക്ക് ഇറ്റലി വെച്ച് നടക്കുന്ന മത്സരത്തിന് പോകാനും അവസരം കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഗുജറാത്തിലല്ലോ രാജസ്ഥാനിലും പോകാനുള്ള അവസരം ഈ കുട്ടികൾക്ക് കിട്ടിയിട്ടുണ്ട്. അത്ര മികച്ച പ്രകടനമാണ് നമ്മുടെ കുട്ടികൾ കാഴ്ചവെച്ചത്. ജൂനിയർ, സീനിയർ, സബ് ജൂനിയർ ഇങ്ങനെ 3 വിഭാഗത്തിലായിട്ടാണ് സീനിയറിനും ജൂനിയർ വിഭാഗത്തിനും ചാമ്പ്യന്മാരാവുകയും സബ് ജൂനിയർ വിഭാഗത്തിൽ റണ്ണറപ്പ് ആവുകയാണ് ചെയ്തിട്ടുള്ളത്. അതായത് ഈ ഒരു യാത്രയിൽ നമ്മുടെ കൂടെ തന്നെ കുട്ടികളുടെ രക്ഷിതാക്കളും കൂടെ പങ്കെടുക്കുകയുണ്ടായി. കാര്യം വളരെ അധികം പ്രയാസമുള്ള ഒരു യാത്രയും ഒക്കെ കൂടെയായിരുന്നു ഇത്. കാര്യം ഇത്രയും പ്രതികൂലമായ സാഹചര്യത്തിലും കാര്യം ഈ രക്ഷിതാക്കളുടെ എല്ലാവരുടെയും സഹകരണം എന്ന് പറയുമ്പം വളരെ വലിയ രീതിയിലുള്ളതായിരുന്നു. എന്തായാലും ഈ ഒരു യാത്രയിൽ എല്ലാവരുടെയും രക്ഷിതാക്കളുടെയും അതേകൂട്ട് തന്നെ ടീം മാനേജ്മെൻറ്റിൻ്റെയും സ്കൂളിൻ്റെയും എല്ലാവരുടെയും നല്ലൊരു സഹകരണം ഉള്ളതുകൊണ്ടാണ് നമുക്കിങ്ങനെ നല്ലൊരു വിജയം കാഴ്ചവെക്കാൻ സാധിച്ചത്. കാര്യം ഇനി വരും കാലഘട്ടത്തിൽ അതായത് ഫുട്ബോളിൻ്റെ നല്ലൊരു ഭാവിക്കായിട്ട് കേരളത്തിൻ്റെയും അതായത് പല ഇന്ത്യൻ ടീമുകളുടെയും പല ക്ലബ്ബുകളിലേക്കും നമ്മുടെ സാന്റോസ് അക്കാഡമിയിലെ തന്നെ കുട്ടികൾ എത്തിച്ചേരുമെന്നുള്ളത് വളരെ ഉറപ്പായിട്ടുള്ളൊരു കാര്യമാണ്. സ്വീകരണ ചടങ്ങിൽ നഗരസഭാ കൗൺസിലർമാരായ ഹസൻ കോയ, സോളമൻ റൊസാരിയോ, ഷാനവാസ്, ചെട്ടികുളങ്ങര യുവമോർച്ച മണ്ഡലം പ്രസിഡന്റ് സിദ്ധാർത്ഥ് മങ്കുഴി, ചലച്ചിത്ര നടി രശ്മി അനിൽ തുടങ്ങിയവർ പങ്കെടുത്തു. 3 ടീമിലെ അംഗങ്ങൾ കായംകുളം റെയിൽവേ സ്റ്റേഷനിൽ സ്വീകരണം ഏറ്റുവാങ്ങി. CDNet ന്യൂസ്, കായംകുളം.